അങ്ങനെ നമ്മുടെ ഗസ്റ്റ് റെഡിയായി പറഞ്ഞ് വിളിച്ചിട്ട് നമ്മൾ നൈസായിട്ട് പഴനിയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ പോണ ആദിയോഗിക്കാണ്. അപ്പോൾ പഴനി നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് പോണ വഴിയായിട്ട് കാണാം. നേരെ നമ്മൾ ബൈപ്പാസിലോട്ടാണ് കയറുന്നത്. ബൈപ്പാസിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ മൊത്തത്തിലുള്ള ആ രൂപം അങ്ങോട്ട് മാറിപ്പോയി. റോഡ് വേറെ ലെവലായി, ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. ഇത്രയും നേരം നല്ല തിരക്കും ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ അതേ വിജനമായിട്ട് കിടക്കുന്ന റോഡ്. നമ്മുടെ വണ്ടി ബൈക്കിൽ 1-2 വണ്ടി മാത്രം. ഇവിടെ ഹൈവേ, കണ്ണെത്താത്ത ദൂരത്തോളം ഹൈവേ ആണ് കാണുന്നത്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തെങ്ങിൻതോപ്പ് കാണുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ തെങ്ങിൻതോപ്പ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലും തെങ്ങിൻതോപ്പുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കുറേ അങ്ങോട്ട് പോകുമ്പോൾ വാഴത്തോട്ടങ്ങൾ അങ്ങനെയൊക്കെ കണ്ടായിരുന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് റൈറ്റ് സൈഡിൽ കാറ്റാടിയുടെ ഇതൊക്കെ വന്നു തുടങ്ങി. പിന്നെ 2 സൈഡിലും കാറ്റാടി യന്ത്രങ്ങളായി. കുഞ്ഞുനാളിൽ പഴനി പോയിരുന്നപ്പോഴാണ് ഇത് കണ്ടു തുടങ്ങിയത്. എപ്പോഴും ഈ സാധനം കാണുമ്പോൾ ഇപ്പോഴും ഒരു അത്ഭുതമാണ്. അങ്ങനെ നമ്മൾ ആദിയോഗിയിലെത്തി. വൈകിട്ടോടെ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേനും ആദിയോഗി എത്തിയിട്ട് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അങ്ങനെ ഗസ്റ്റ് ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് നല്ല ക്ഷീണം കാരണം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ ഗസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് ഗസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അത് പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ശിവൻ്റെ ഇതൊക്കെ കാണുന്നത്. പിന്നെ ഒരു നീല നിറമായി. അത് ലൈറ്റ് ഷോ തുടങ്ങുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് ഉള്ളതാണ് ഈ കാണുന്നത്. ഇനി ലൈറ്റ് ഷോ തുടങ്ങി കഴിയുമ്പോഴുള്ളത് കാണിച്ചു തരാവേ. ലൈറ്റ് ഷോടെ ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഗസ്റ്റിന് ട്രെയിനിൻ്റെ സമയം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ നോക്കിയേ, ശിവനെ കാണാനൊരു പ്രത്യേകതരം ഭംഗിയില്ലേ. മൊത്തം നീലയിൽ ഇതായിട്ട് നിൽക്കുമ്പോൾ വെറുതെ അല്ല നീലകണ്ഠൻ എന്ന് പറയുന്നത് ആ ഒരു ഇതില്ലേ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോന്ന് പയ്യെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് ഗസ്റ്റ് ആണ്ട് പോണ് നമ്മുടെ ഗസ്റ്റ്. അങ്ങനെ ഗസ്റ്റ് നമുക്ക് ടാറ്റയിൽ നിന്ന് നമ്മുടെ 4 ദിവസത്തെ ട്രിപ്പ് ഗസ്റ്റിനോടും നമ്മൾ വിട പറഞ്ഞ് നമ്മൾ ഇനി തിരിച്ച് കൊച്ചിക്ക് പോവുകയാണ്. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്തത്. എന്നിട്ട് നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇനി തിരിച്ച് കൊച്ചിക്കാണ് ഇനി നമ്മുടെ യാത്ര. അപ്പോൾ അതേ കൊച്ചിക്ക് പോണ വഴിക്ക് നമ്മുടെ കോയമ്പത്തൂരൊക്കെ താണ്ടി വാളയാറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കുതിരയാൻ തുരങ്കം, അങ്ങനെ കുതിരാൻ തുരങ്കം അകത്തോട്ട് കയറി ഇനി 1 കിലോമീറ്റർ ഈ കുതിരാന്തരംഗത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ അതും കൂടെയും പാസ് ചെയ്തിട്ട് നമ്മൾ നേരെ എറണാകുളത്തിന് പോകാമെന്നായിരുന്നു വിചാരിച്ച്. പക്ഷേ ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു, കൊടുങ്ങല്ലൂർക്ക് പോന്നു. കാരണം എനിക്ക് വേറൊരു ട്രിപ്പ് ഷെഡ്യൂളായിരുന്നു അടുത്ത 4 ദിവസത്തെ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു. പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് അലക്കി ഈ വണ്ടിയൊക്കെ ഒന്ന് കഴുകി ഫ്രഷായിട്ട് അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അങ്ങനെ നമ്മുടെ കുതിരാന്തരംഗത്തിൻ്റെ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ തൃശ്ശൂർ കയറി തൃശ്ശൂരിൽ നിന്ന് ഇരിങ്ങാലക്കുട വഴി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കൊടുങ്ങല്ലൂർക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി
അടുത്ത 4 ദിവസത്തെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും നാളെ കാണാം. അപ്പോൾ അതുവരേക്കും വണക്കം, ടാറ്റ.